ഹലോ നമസ്തേ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റപ്പട്ടിഖെ. ഹിന്ദിയിൽ SCERT ക്ലാസ് 7 ഒരു നമക് കഥ എന്നൊരു കഥയുണ്ട്. അതിനകത്തുള്ളൊരു ഭാഗമാണ്, ആക്ടിവിറ്റിയാണ് റപ്പട്ട് ലിഖ്ന. റപ്പട്ട് ലിഖ്ന മീൻസ് റിപ്പോർട്ട് ലിഖ്ന. നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടെല്ലാം കാണുന്നില്ലേ, അതേപോലത്തെ ഒരു റിപ്പോർട്ട്. അപ്പോൾ ഈ പേജ് നോക്കിയേ, അത് ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. गांधी अहमदाबाद से पैदल चलकर दांडी पहुंचे, खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रिपोर्ट तैयार करें. അപ്പോൾ ഇതിൽ പറയുന്നത് ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. എന്തിനെക്കുറിച്ച്? ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദാണ്ടി പോച്ചെ, നടന്നുകൊണ്ട് ദാണ്ടിയിലെത്തിയിട്ട് നമ്മുടെ അംഗ്രേസി മീൻസ് ബ്രിട്ടീഷേഴ്സിനെതിരെ ഉപ്പ് സത്യാഗ്രഹത്തിനെതിരെയുള്ള റിപ്പോർട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ നോക്കട്ടെ, ഘടന എന്ന് വെച്ചാൽ എന്താണ് സംഭവം, എന്തിനെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമക് സത്യാഗ്രഹത്തിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ എന്തിനെ കുറിച്ചാണ്? ഖുദ് നമക് ബനാക്കർ അംഗ്രേസോങ്ക കാല കാനൂൻ തോടന. അപ്പോൾ സ്വന്തം തന്നെ ഉപ്പുണ്ടാക്കിയിട്ട് ഈ ബ്രിട്ടീഷുകാരെ ഈ തെറ്റായ നിയമം മാറ്റുക എന്നാണ് ഉദ്ദേശം. കബ് എപ്പോഴാണ് തുടങ്ങിയത്? ഷുരു 12 മാർച്ച് 1930, 12 മാർച്ച് 1930 സമാപ്ത് കഴിഞ്ഞത് 6 ഏപ്രിൽ 1930 ഏകദേശം 24 ദിവസം. പിന്നെ എവിടെ വെച്ചാണ് ഇത് തുടങ്ങിയത്? സാബർമതി ആശ്രമം വെച്ചാണ് തുടങ്ങിയത്, ദണ്ഡിയിൽ വെച്ചാണ് അവസാനിച്ചിരിക്കുന്നത്. എന്തിന്? ക്യൂ. അപ്പോൾ ക്യൂവിന് 2 കാരണങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഭാരതീയോ കോ ഖുദ് നമക് ബനാന നഹി ദേത്താ ഥാ, രണ്ടാമത്തത് നമക് കെ ലിയെ ടാക്സ് ദേനാ പടുത്താ ഥാ. അപ്പോൾ ഭാരതീയർക്ക് സ്വന്തമായി ഉപ്പ് ഉണ്ടാക്കാനും പറ്റില്ല, അതുകൂടാതെ തന്നെ ഈ നമ്മുടെ ബേസിക് നെസസിറ്റി ആയിരുന്ന ഉപ്പിന് ഇത്രയും വലിയൊരു ടാക്സും കൂടി അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ? കേസെ സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ. അപ്പോൾ ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂട്ടരും എങ്ങനെയാണ് ഇത് എതിർത്തത്? സമുദ്രത്തിലെ വെള്ളം ഉപ്പിലായി കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ പ്രതിഷേധം കാഴ്ചവെച്ചത്. അപ്പോൾ നിങ്ങൾ ഒരു ഡെമോ നമ്മുടെ ചെയ്തൊരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പോൾ ഒരു ഹിന്ദിയിൽ റിപ്പോർട്ട് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അത് ശീർഷക് ലിഖാഹെ, നല്ലൊരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ കൊടുത്ത പോലെ നമക് സത്യാഗ്രഹം അല്ലേ, അതൊരു ക്യാച്ചിയായ ഒരു ഹെഡിങ് ആയിരിക്കണം. പിന്നെ സ്ഥാൻ ലിഖ്ന ചയ്യെ, അവിടെ എവിടെയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് അറിയണം. പിന്നെ ഘടനാക വിവരൺ ഹെ, അതിനെപ്പറ്റി നല്ല വിശദമായ ഒരു വിവരണം കൊടുക്കണം. ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആരൊക്കെ എങ്ങനെ ചെയ്തു എന്നും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ധന്യവാദ്.